അന്ന് പരാതികൾ ഉണ്ടായിരുന്നു, പറയാൻ ആളില്ലാത്തത് കൊണ്ടാണോ പറയാത്തത്? ഇന്ന് പരാതികൾ പറഞ്ഞാൽ കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ് അവർ പറയുന്നതെന്ന് തോന്നുന്നു. അല്ല, ഇപ്പം എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് മീഡിയാസ് ഉണ്ട്, ഒരുപാട് മീഡിയ. അന്ന് പത്രം അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയും മീഡിയാസിന് അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? ഇപ്പോൾ കുറേ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുത്താലേ മീഡിയ അത് പിടിക്കും ഇത് പിടിക്കും. ഒരു കാര്യം നടക്കുമ്പോൾ ആ ഒരു കാര്യം വരയ്ക്കും. ഇതാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പാവം, ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. അടുത്തൊരു കാര്യം വന്ന ഉടൻ അത് മറന്നു, അടുത്ത കാര്യത്തിൽ ചാടും. മീഡിയാസിന് വേണ്ടിയാണ് ഇപ്പോൾ ഉള്ള. നമുക്ക് വാസ്തവത്തിൽ പോലീസിനേക്കാളും അവരെക്കാളും ഇവിടെ അച്ഛനമ്മയേക്കാൾ പേടി ഇപ്പം മീഡിയാസിനാണ്, എല്ലാ ആർട്ടിസ്റ്റിനും. അത് യങ്സ്റ്റേഴ്സിനൊക്കെ വലിയ പേടിയാണ് വാസ്തവത്തിൽ. അവരുടെയൊക്കെ ഭയങ്കര സങ്കടം തോന്നും വാസ്തവത്തിൽ. ഇന്നത്തെ ജനറേഷൻ തന്ന മാതിരി അവർ ഡ്രസ്സ് ചെയ്യുന്നു വെച്ചേക്കും. നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഇപ്പം പിള്ളേരൊക്കെ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് ഡ്രസ്സ് ചെയ്താൽ എന്താ, പക്ഷേ ഉടനെ ഇവരിങ്ങനെ ഡ്രസ്സ് ചെയ്തു. അങ്ങനെ അത് അവരവരുടെ സ്വന്തം സൗകര്യമല്ലേ. അവർ ഡ്രസ്സ് ചെയ്യുന്നോ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നോ അവരങ്ങനെ ചെയ്തു, ഇതുവരെയ്ക്കുള്ള ബ്ലൗസ് ഇട്ടു, അങ്ങനെ ഇട്ടു, ഇത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരവരുടെ സ്വന്തം സൗകര്യമല്ലേ, ഇഷ്ടമാണ്, സ്വന്തം സൗകര്യമാണ്. അന്ന് പണ്ടൊക്കെ വന്ന് പെണ്ണുങ്ങളാരും സ്കൂട്ടറിൽ പോയില്ല, ആരും ജോലിക്ക് പോയില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ സ്കൂട്ടറിൽ പോകണം, ദേ ഹാവ് ടു ഗോ, സ്കൂട്ടറിൽ പോകണം. അപ്പോൾ അവർ ജീൻസ് ഇടും. അപ്പോൾ ജീൻസ് ഇടുമ്പോൾ അതൊരു കുറ്റമായിട്ട് കാണാനൊക്കെ സൗകര്യമാണ് അതവർക്ക്. സാരിയും കെട്ടിയോണ്ട് ജീൻസ് പോകാനൊക്കെ അല്ല, ഐ മീൻ സ്കൂട്ടറിൽ പോകാൻ പറ്റില്ല. അപ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ ഡ്രസ്സിൻ്റെ മാറ്റവും വരും, എല്ലാ മേക്കപ്പിൻ്റെ മാറ്റവും വരും. പിന്നെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ. അയ്യോ, അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ ഇത് തേച്ച ഉടനെ നമ്മൾ വെളുത്ത് നാല് തന്നെ വരും. അത് മണ്ടത്തരാണ്. കാരണം അങ്ങനെയൊന്നും ഒന്ന് തെളിച്ച ഉടനെ സൗന്ദര്യം വരാവുന്നതൊന്നും അങ്ങനെ ഒരു മാജിക് ഒന്നും ലോകത്തില്ല. അത് പിന്നെ അവൻ്റെ ബിസിനസ് അല്ലേ. പേസ്റ്റ് എടുത്തോ, ബ്രഷിൽ പേസ്റ്റ് ഇടുമ്പോൾ അവർ കാണിക്കുന്നത് ഇത് മുതൽ ഇതുവരെയ്ക്കുള്ള പേസ്റ്റാണ് ഇടുന്നത്. നമ്മളത്ര എടുക്കില്ല. നമ്മളങ്ങ് ഇടാൻ പാടില്ല. നമ്മൾ ചുമ്മാ കുറച്ച്, അതൊരു ചെറിയ ഒരു കുരുമുളകിൻ്റെ 2 കുരുമുളകിൻ്റെ അത്ര എടുത്താൽ മതി, നമുക്ക് ഒരു നൊര വന്നാൽ മതി. പക്ഷെ ഇവർ കാണിക്കുന്ന അവർ ബിസിനസ് വേഗം ഈ പേസ്റ്റ് തീരണം, വേഗം അടുത്തടുത്ത് വേണം. എനിക്കെന്നെ തല കറങ്ങുന്നു. ഈ പേസ്റ്റ് വാങ്ങണോ, പേസ്റ്റ് വാങ്ങണോ? അതും നമ്മൾ എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയാന്ന് വെച്ചേക്കും, ഒരു 10-20 പെണ്ണുകൾ കാണും. നമ്മൾ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ പോയാൽ അമ്മ ഇതാണ് നല്ലത്, അത് നല്ലതാണ്. അവർ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കി നമ്മളൊരു ഗതിയാക്കും. നമുക്ക് തന്നെ അറിയില്ല ഏതാ മേടിക്കണം. പിന്നെ എല്ലാം കൂടി എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഇതെന്തിനാ പിന്നെ വായിച്ചു നോക്കുക, ഇതെന്തിനാ മേടിച്ചതെന്ന്. അവർ പറയുന്നൊക്കെ വാങ്ങുമോ? സാധാരണ ഇപ്പോൾ പെൺപിള്ളേർ അങ്ങനെയാണ്. ഞാൻ അധികം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാറില്ല, ചെയ്യാറില്ല. പക്ഷെ ചെയ്യും, കുറച്ച് വെളിച്ചെണ്ണയും മുഖത്തൊക്കെ കുറച്ച് നൈറ്റ് ക്രീം, നല്ല നൈറ്റ് ക്രീംസൊക്കെ ഇടും. അതൊക്കെ പേര് പറയണ്ടല്ലോ, നല്ല അതൊക്കെ ചെയ്യും. വെളിച്ചെണ്ണയും ബാക്കി പറഞ്ഞില്ല. വെളിച്ചെണ്ണ അതിൽ കുറച്ച് ഗ്ലിസറിൻ, വെറുതെ ഒന്നും വേണ്ട, വെറുതെ ഗ്ലിസറിൻ ഇല്ലേ, അത് മാത്രം നൈറ്റിൽ, ഗ്ലിസറിൻ ഇല്ല, അത് നൈറ്റിൽ തേച്ച് മുഖത്തൊക്കെ തേച്ച് കയ്യിലൊക്കെ തേച്ചാൽ അത് തന്നെ ഒരു വലിയ സൗന്ദര്യത്തിൻ്റെ. അതിൽ കുറച്ച് നമുക്ക് ആലോവേര വയ്ക്കുന്നുണ്ടല്ലോ, ആലോവേര ജെൽ, അതും കൂടെ കലർന്ന നീ നല്ലത്. അതിൻ്റെ കൂടെ ഒരു 2 നമ്മുടെ EVON ടാബ്ലറ്റ് അത് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ അങ്ങനെ കലക്കി അതും കൂടെ ഇട്ടാൽ കുറച്ച് നല്ലത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നമ്മളെന്തിനാ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഇത് നമുക്കറിയില്ല അവർ എന്തൊക്കെയാണ് മേടിക്കുന്നത്, എന്തൊക്കെയാണ് ഇടുന്നത്. അന്ന് ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടായിരുന്നോ, പോവുമായിരുന്നോ? സത്യം പറയട്ടെ, ഞാൻ അഭിനയം നിർത്തിയില്ലേ, ഈ മനസ്സിനക്കരെ പിന്നെയാണ് വന്നത്. ആ മനസ്സിനക്കരെ വന്ന് അഭിനയം നിർത്തുന്ന അപ്പം വരയ്ക്കും ഞാൻ ബ്യൂട്ടി പാർലർ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾക്ക് അറിയില്ല ബ്യൂട്ടി പാർലർ, കാരണം സമയവും ഇല്ല. രാവിലെ മുതൽ രാത്രി വരയ്ക്കും ഞങ്ങൾ ഷൂട്ടിങ് എന്നല്ലാതെ ഞങ്ങൾക്ക് പോയി 1/2 മണിക്കൂർ, അര ദിവസം വേണ്ടേ ബ്യൂട്ടി പാർലറിൽ പോയാൽ അവിടെ തേച്ച് കാല് തേച്ച് ഇത് തേച്ചൊക്കെ വരുമ്പോഴേക്കും അര ദിവസം പോകും. നമുക്ക് അര ദിവസം ഉണ്ടെങ്കിൽ പടം തീർക്കാം. ബ്യൂട്ടി പാർലർ പോയിട്ട് അഭിനയം നിർത്തിയതിന് ശേഷമാണ് ഓരോന്നും ബ്യൂട്ടി പാർലർ പോയി. പിന്നെ അതിന് മനസ്സിനക്കരെ വന്നതിന് ശേഷമാണ് ഈ പുതിയ ജനറേഷൻ്റെ ആൾക്കാരെയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. അത് വന്നപ്പോൾ ഇവരൊക്കെ ബ്യൂട്ടി പാർലർ പോകുന്നു, അവിടെ പോകുന്നു, ഇത് ചെയ്യുന്നു. പുതിയ ഒരുപാട് സിനിമാ നടിമാർക്ക് അവരുടേതായിട്ടുള്ള ബ്രാൻഡ് തന്നെ ഉണ്ട്. പിന്നെ വന്ന് ഈ ഇത് ഐബ്രോസ് മാത്രം ഞങ്ങൾ തന്നെ പ്ലക്ക് ചെയ്യും. അല്ലെങ്കിൽ മേക്കപ്പ് ആനോ അല്ലെ ഉണ്ടാവും, അവർ കുറച്ചുകൂടെ അത്രയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ.
അല്ലാതെ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്കറിയേ. അത് ശരിക്കും കാണാനുണ്ട്. അന്നും ഇന്നും എന്നും എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ബ്യൂട്ടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബ്യൂട്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.